കോഴിക്കോടിന് ഫുട്ബോൾ എന്നാൽ വലിയൊരു ലഹരി തന്നെയാണ്. ഇന്ന് ക്രൊയേഷ്യക്കെതിരെ പോർച്ചുഗൽ 1-2 ഗോളുകൾക്ക് അതിഗംഭീരമായ വിജയം നേടി പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ്. കോഴിക്കോട് പോർച്ചുഗലിന്റെ 2 ആരാധകരുണ്ട്. കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവരുടെ ഒരു സന്തോഷ നിമിഷങ്ങൾ നമുക്ക് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ കളി? കളി നല്ല അടിപൊളി കളിനു. പിന്നെ നല്ല വിചാരിക്കാത്ത കളിയാണ് നമ്മളിന്ന് കണ്ടത്. അതായത് ലാസ്റ്റിലേക്ക് മറ്റേ ക്രൊയേഷ്യ അടിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷ. പക്ഷേ അത് ഓഫ് സൈഡായിപ്പോൾ ചാൻസ് കൊടുത്തില്ല. അവസാനം അത് കയറി കൊണ്ട് അടിച്ച്. അതാണ് അടുത്ത കളി സ്പെയിൻ്റെ ആണ്. അതെന്തായാലും ജയിച്ചിരിക്കും, എന്തായാലും ജയിക്കണത്. എങ്ങനെയാണ് ഇന്നത്തെ കളി നോക്കി കാണുന്നത്? നല്ല കളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് പോർച്ചുഗൽ ഫുൾ പൊസഷൻ വെച്ച് അവർ കളിച്ച്. പക്ഷേ സെക്കൻഡ് ഹാഫാണ് ക്രൊയേഷ്യൻ്റെ ആ കളി വന്നത്. അപ്പോൾ കുറച്ചൊരു ഇതുണ്ടായിരുന്നു, 50-50 ആയിരുന്നു സെക്കൻഡ് ഹാഫ്. പിന്നെ റൊണാൾഡോ ഗോളിട്ട് അപ്പോഴാണ് പിന്നെയും പോർച്ചുഗലിന് ഒരു ലൈഫ് വന്നത്. പിന്നെ ആ കോച്ചിൻ്റെ ഡിസിഷനാണ് റൊണാൾഡോനെ കയറ്റിയിട്ട് റാമോസിനെ ഇറക്കി, ആ റാമോസും ഗോളിട്ട്. അങ്ങനെ നല്ല കളിയായിരുന്നു, ജയിച്ച് സന്തോഷം. ഇവിടെ അർജന്റീന ഫാൻസ് ഉണ്ട്, ബ്രസീൽ ഫാൻസ് ഉണ്ട്. അപ്പോൾ ഈ പോർച്ചുഗൽ ഫാൻസ് എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഫാൻസിൽ അതെന്താ വെച്ചാൽ അത് ഒരു ഇതാണ്, അതായത് ലാസ്റ്റ് ഡാൻസ് എന്ന് പറയും. അതായത് എന്താ വെച്ചാൽ നമ്മളെ പോർച്ചുഗൽ ഭയങ്കര നമ്മളൊരു ജീവനാണ്. അപ്പോൾ അത് നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ട്, എതിരാണ് അത്. അതാണ് പോർച്ചുഗൽ എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. അതാണ് ഒരു വികാരമാണ്. അതാണ് നമ്മൾ പോർച്ചുഗൽ. അതന്നെ ഇപ്പോൾ സ്പെയിനായിട്ടുള്ള കളിയാണ്. അതും ഒരു നല്ല കളി കളിക്കണം. അപ്പോൾ നമ്മൾ സ്പെയിനും ഇതിനു മുമ്പ് തോൽപ്പിച്ചതാണ്. പക്ഷേ ഒരു നല്ല ടീം തന്നെയാണ്. അതും കുറച്ച് നല്ല ടഫ് ഗെയിം തന്നെ ആയിരിക്കും. അതൊക്കെ തന്നെ ടഫ് ഗെയിമാണെങ്കിലും പോർച്ചുഗൽ ഇപ്രാവശ്യം കപ്പ് തൂക്കും. നമ്മൾ അത്ര വലിയ ഇതൊന്നും വിചാരിക്കില്ല. പക്ഷേ നല്ല കളി കളിക്കണം, അത്രയാണ്. നമുക്കൊരു റൊണാൾഡോൻ്റെ ലാസ്റ്റ് കളിയല്ലേ, 41 വയസ്സായിട്ട് ആൾ കളിക്കില്ല. അപ്പോൾ ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാവണം. വെറുതെ വന്ന് ഫൈറ്റ് ചെയ്ത് കളിച്ചത് അറ്റ്ലീസ്റ്റ്, എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് വെറുതെ മോശം കളി കളിച്ച് തോക്കരുത്, അത്രേ ഉള്ളൂ. പോർച്ചുഗൽ എന്തായാലും ഇന്നിപ്പോൾ ജയിച്ചിരിക്കും, പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുക. ഫുട്ബോൾ കാണലുണ്ടോ? കുറച്ചൊക്കെ. ഏത് ടീമിനോടാണ് കൂടുതൽ താല്പര്യം? അർജന്റീനയും ഇഷ്ടമാണ്. ഇന്നത്തെ കളി കണ്ടായിരുന്നു? ഓ, കണ്ടു. ഇന്നിപ്പോൾ പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കും. വളരെ ഓഫ് സൈഡ് ആയപ്പോൾ ഭയങ്കര ഇതുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പോർച്ചുഗൽ റൊണാൾഡോനെ സംബന്ധിച്ചിടത്തോളം റൊണാൾഡോ പിന്നെ കപ്പ് കൊണ്ടാണെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹം. ബ്രസീൽ അർജന്റീന ആളുകളോട് എന്താ പറയാനുള്ളത്? അത് ഒരു വിരമിക്കുന്നൊരു ഏറ്റവും നല്ലൊരു പ്ലെയറല്ലേ അദ്ദേഹം. ഒരു ട്രോഫി കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കഴിയാമായിരുന്നു. വളരെ അതിനുള്ള പ്രാർത്ഥന ചെയ്യുന്നു. കാരണം റൊണാൾഡോ ഒരിക്കലും ടെൻഷനാവരുതെന്നുള്ള നല്ലൊരു പ്ലെയറാണല്ലോ. റൊണാൾഡോ എന്ന് പറഞ്ഞ ഒരു വികാരമാണ്. അതാണ് റൊണാൾഡോ ആണ് ഫാൻസ് എല്ലാവർക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? ഇന്ത്യ അർജന്റീന. പിന്നെ പല ടീമുകളുണ്ട്, ബ്രസീലുണ്ട്, എല്ലാവരും ഉണ്ട്. അർജന്റീന. ഇന്നത്തെ കളി പറ്റില്ല, നല്ല കളി. അർജന്റീനയുടെ സംസ്ഥാന പ്രസിഡന്റാണിത്. നമ്മുടെ ബ്രസീൽ ഫാൻസ് അത് നമ്മൾ തന്നെ കൊണ്ടുപോകുള്ളൂ കപ്പ്, വേറെ ആരും കൊണ്ടുപോകില്ല. പോർച്ചുഗൽ കീഴ്ചകൾ നമുക്കൊരു പ്രയാസമില്ല. ഞങ്ങൾ പണ്ട വന്ന ആളുകളാണ്. നമുക്കെന്ത് പോർച്ചുഗൽ, നമുക്കെന്ത് അർജന്റീന, നമ്മൾ കൊണ്ടുപോകും. ഉറപ്പ്, 100% ഉറപ്പ്, യാതൊരു നിമിഷമില്ല. കപ്പ് അർജന്റീന തന്നെ കൊണ്ടുപോകുള്ളൂ. കപ്പിനൊരു സംശയമില്ല. ആർക്ക്? പോർച്ചുഗലിനെ. പോർച്ചുഗൽ അടുത്ത കളി ഔട്ടല്ലേ. പോർച്ചുഗൽ എന്നാലും ഇന്നത്തെ കളികൾ കണ്ടില്ലേ, ആര് എങ്ങനെ റൊണാൾഡോ എന്ന ആ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പ്രാവശ്യം ട്രോഫി കൊണ്ടുപോകണം. അതാണ് നമ്മളെ ആഗ്രഹം. ഈ പ്രാവശ്യം നല്ല ടീമുണ്ട്, അതുകൊണ്ട് പ്രശ്നമുള്ള കേസല്ല. അല്ല, ഞാൻ മാത്രം ഫാൻസാണ്. എംബാപ്പെ ഫാൻസ് അടിച്ചിരിക്കുന്നത്. ഇത് എംബാപ്പയ്ക്ക് വേണ്ടി അടിച്ച മുട്ടയാണ്. ഫ്രാൻസ് അടിച്ചിരിക്കും. പോർച്ചുഗൽ ഇപ്പോൾ നന്നായി കളിച്ച് ക്രൊയേഷ്യനോട് ജയിച്ച്. പക്ഷേ ഇത് ഒരു ഫൈനൽ മാച്ച് പോലെയാണ് ഒരു കളിച്ചത്. ഇനി ഒരു നല്ലോണം തയ്യാറെടുക്കണം.
കാര്യം ഇനി ഫൈനലിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് ഇനി സ്പെയിനോടാ മാച്ച്. സ്പെയിൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ കരുത്തറ്റ ടീമാണ്. സ്പെയിനിന്റെ അടുത്ത് കളിച്ച് പരിചയം ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ടീമാണ്, ഇപ്പൊ കളിക്കുന്ന ടീമുകളാണ്. ഇപ്പോഴത്തെ നല്ല നമ്മള് രണ്ട് കളി വിലയിരുത്തിയാല് പോർച്ചുഗൽ സ്പെയിനാണ് മുന്നിലുള്ളത്. അതിന് നിങ്ങൾ ഞാൻ പറഞ്ഞത് പോർച്ചുഗലിനെ തീർക്കാനല്ല പറഞ്ഞു, പോർച്ചുഗലിനോട് തയ്യാറെടുക്കാനാ പറഞ്ഞു. നമുക്ക് നല്ല കളി കാണണം. അപ്പോ ഇവിടെ പോർച്ചുഗൽ ഫാൻസ് ഉണ്ട്, ബ്രസീൽ ഫാൻസ് ഉണ്ട്, അർജന്റീന ഫാൻസ് ഉണ്ട്, സ്പെയിൻ ഫാൻസ് ഉണ്ട്, അങ്ങനെ എല്ലാ ടീമിനും ഫാൻസ് ഉണ്ട്. ഏതായാലും വളരെ ആവേശത്തോടു കൂടിയാണ് കോഴിക്കോട്ടുകാർ ഈ ഫുട്ബോളിനെ വരവേറ്റിട്ടുള്ളത്. ഈ ഫുട്ബോളിനെ നോക്കിക്കാണുന്നത്. കോഴിക്കോട് നിന്ന് സജി തറയിലിനൊപ്പം അനഘ റീജാവരദൻ, അമൃത ന്യൂസ്.